ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. ഇപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണ്. ഇത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു അനദർ ടോപ്പിക് ഡിസ്കഷൻസ്. അപ്പോൾ ഇന്നത്തെ ടോപ്പിക് എന്താണെന്നാൽ പാരൻസിന് അത്യാവശ്യമായിട്ട് ആവശ്യമുള്ള കുറച്ച് പോയിൻറ്റ്സ്. ഓക്കെ, ഞാനൊരു പാരൻ്റാണ്, പിന്നെ എൻ്റെ പിയർ ഗ്രൂപ്പിലുള്ള എൻ്റെ ഫ്രണ്ട് ഗ്രൂപ്പിലുള്ള ആളുകളൊക്കെ പാരൻസാണ്. അപ്പോൾ നമ്മളെല്ലാം ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് ടോപ്പിക്സിന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഒരുപാട് എക്സ്പേർട്സിൻ്റെ ആയിട്ട് ചർച്ച നടത്തി അവരുടെ ഇൻ്റർവ്യൂസ് അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ അനലൈസ് ചെയ്തതിൻ്റെ ബേസിസിലാണ് ഈ പോയിൻറ്റ്സ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ടുള്ള ചെയ്യുന്ന വീഡിയോസിലെ എൻ്റെ 5th വീഡിയോ ആണ്, എൻ്റെ 4th വീഡിയോ ആണ് ആ സീരീസിലെ. ഓക്കെ, ഞാൻ ഓൾമോസ്റ്റ് 2-3 വീഡിയോസ് ഇതിന് മുന്നേ തന്നെ ചെയ്തിട്ടുണ്ട്. അതെന്തായാലും നിങ്ങൾ ഗോ ത്രൂ ചെയ്യണം. കാരണം എന്താ പറയുക, ഒരുപാട് ആളുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിലേറ്റഡ് സ്ട്രഗിൾ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനും ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എനിക്കും തോന്നിയിട്ടുണ്ട് ഒരു സ്പെസിഫിക് മാനുവൽ ഉണ്ടായിരുന്നെങ്കിൽ, അല്ലെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ, എങ്ങനെ ഒരു പാരൻ്റ് ആകാം എന്നൊക്കെ ഒരു ഗൈഡ് ഉണ്ടായിരുന്നെങ്കിൽ വളരെ ഹെൽപ്ഫുള്ളായിരിക്കും എന്നൊക്കെ ഞാനും പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റിസർച്ച് ചെയ്യുമ്പോഴൊക്കെ നമുക്ക് കിട്ടിയ കുറച്ച് പോയിൻറ്റ്സ് എനിക്ക് തോന്നി ഇവിടെ ഷെയർ ചെയ്യണമെന്ന്. ഇതെൻ്റെ പോയിൻറ്റ്സ് എല്ലാം ഞാൻ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എക്സ്പേർട്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് കിട്ടിയ പോയിന്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഇതിൽ എത്രമാത്രം നിങ്ങൾക്ക് കണക്റ്റ് ആവാൻ പറ്റുന്നുണ്ട്, കണക്റ്റ് ആവാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളത് നിങ്ങൾ മനസ്സിലാക്കിയിട്ട് എനിക്ക് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് എനിക്കത് അറിയുള്ളൂ എത്രയും ഹെൽപ്ഫുൾ ആണ്, ഹെൽപ്ഫുൾ അല്ല എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമുക്ക് ഡിസ്കഷനിലേക്ക് പോകാം. ആസ് ഓൾവേസ് ഞാനിവിടെ ഒരു 5 പോയിൻറ്റ്സ് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ 5 പോയിൻറ്റ്സ് എന്തുകൊണ്ടാണ് വെക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾക്കൊരു സ്ട്രക്ചർ കിട്ടുമല്ലോ, എന്താണ് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചിട്ടുള്ള ഒരു സ്ട്രക്ചർ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് ഈ 5 പോയിൻറ്റ്സ് എന്നൊരു ഡെഫിനിഷൻ കൊണ്ട് മോസ്റ്റ് ഓഫ് ദ വീഡിയോസ് തുടങ്ങാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ആൻഡ് എന്തെങ്കിലും തെറ്റുകളോ കുറവുകളോ ഉണ്ടെങ്കിൽ ആസ് ഓൾവേസ് ക്ഷമിക്കണം. ഓക്കെ, സോ ലെറ്റ്സ് ബിഗിൻ. അപ്പോൾ 5 പോയിൻറ്റ്സ് എസെൻഷ്യൽ എന്ന് തോന്നിയ പോയിൻറ്റ്സ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ഈ ടോപ്പിക്സ് കവർ ചെയ്യുന്നു എന്നുള്ളതെല്ലാം പ്രീവിയസ് വീഡിയോസിൽ ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇത് ഒരുപാട് ആളുകൾക്ക് ഹെൽപ്ഫുൾ ആവും എന്ന് കരുതിയിട്ടാണ് ഈ വീഡിയോ ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂക്ലിയർ ഫാമിലീസ്. ഇപ്പോൾ കൂടുതലും നമ്മുടെ പഴയ പോലെയുള്ള ഒരുപാട് ഹ്യൂജ് ഫാമിലി അല്ലെങ്കിൽ ലാർജ് ഫാമിലീസിലല്ല നമ്മൾ കുട്ടികൾ വളരുന്നത്. മോസ്റ്റ്ലി ഒരു പാരൻസ് ഉള്ള പാരൻസ് മാത്രമുള്ള സിറ്റുവേഷൻസ് കൂടിയാണ് കുഞ്ഞുങ്ങൾ വളരുന്നത്. അത് ഒരുപാട് ട്രാവലിങ്ങിൻ്റെ റീസൺസ് കൊണ്ടായിരിക്കും. ആളുകളെല്ലാം നമ്മുടെ യങ് ജനറേഷൻ ആയാലും ഈവൻ അതർവൈസ് ജോലിയുടെ ആവശ്യങ്ങൾക്കും എല്ലാം ആയിട്ട് നമ്മളെല്ലാം ഒരുപാട് ട്രാവൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് എന്താണ്, ഗ്ലോബൽ മാർക്കറ്റിൻ്റെ ഭാഗമായിട്ടാണ് എല്ലാവരും വർക്ക് ചെയ്യുന്നതും ജോബ്സ് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നതും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ പാരൻസ് എല്ലാം ട്രാവലിംഗ് ആണ്. അപ്പോൾ പാരൻസ് കുട്ടികളുമായിട്ട് ഡിഫറെൻറ്റ് കൺട്രീസിലോ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലോ പോയി താമസിക്കുമ്പോൾ ഈവൻ അതർവൈസ് നാട്ടിലായാലും പോലും ആളുകൾ കൂടുതലും ഇപ്പോൾ പ്രിഫർ ചെയ്യുന്നത് ഒരു ന്യൂക്ലിയർ സെറ്റപ്പാണ്. അപ്പോൾ ന്യൂക്ലിയർ ഫാമിലീസിൽ എസെൻഷ്യലായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലവിങ് പാരൻസ് എന്ന് പറഞ്ഞാൽ കുട്ടികളെ ലവ് ചെയ്യുന്ന പാരൻസ് അല്ല, പാരൻസ് പരസ്പരം സ്നേഹിക്കുന്ന സ്പൗസസ് ആയിരിക്കണം കുട്ടികളെ ടേക്ക് കെയർ ചെയ്യേണ്ടത് എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം എന്നാൽ മാത്രമാണ് അവർക്കൊരു ഹെൽത്തി സറൗണ്ടിങ്സ് കൊടുക്കാൻ പറ്റുള്ളൂ. എപ്പോഴും ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പാരൻസ് ആണെങ്കിൽ അതൊരു കുട്ടികളിലും ഒരു ഭയങ്കര ഇൻകൺസിസ്റ്റൻസി അല്ലെങ്കിൽ കൺഫ്യൂഷൻസ് ക്രിയേറ്റ് ചെയ്യുമെന്നാണ് ഈ ഫീൽഡിലെ എക്സ്പേർട്സ് പറയുന്നത്. അപ്പോൾ കഴിയുന്നതും കുഞ്ഞുങ്ങളുടെ മുന്നിൽ ഫൈറ്റ് ചെയ്യാതിരിക്കുക, പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ തന്നെ അമിക്കബിളി സോൾവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ന്യൂക്ലിയർ ഫാമിലി എന്നുള്ളൊരു സെറ്റപ്പ് കൊണ്ട് നമ്മൾ ഈ ഒരു ടോപ്പിക്കിൻ്റെ അണ്ടറിൽ പറയാൻ ശ്രമിക്കുന്നത് എന്താണെന്നാൽ പാരൻസ് തമ്മിൽ എപ്പോഴും ഒരു ലവിങ് ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. അത് തന്നെയാണ് എക്സ്പേർട്സ് പറയുന്നത്. കാരണം എപ്പോഴും ഒരു ഫൈറ്റ് കൂടിക്കൊണ്ടിരിക്കുന്ന പാരൻസിൻ്റെ കണ്ടു കഴിഞ്ഞാൽ ഫൈറ്റ്സ് എന്ന് മാത്രമല്ല, ഒരു
ഒരു പാരൻസ് തമ്മിൽ എപ്പോഴും കോൺഫ്ലിക്റ്റിംഗ് ആയിട്ടുള്ള ഐഡിയാസ് കൊണ്ട് നടക്കുന്ന ഒരു പാരൻസ് ആണെങ്കിൽ അത് കുട്ടികളിലേക്കും അത് ക്രിയേറ്റ് ആകും, അത് എക്സ്റ്റെൻഡ് ആകും എന്നാണ് ചൈൽഡ് സ്പെഷ്യലിസ്റ്റുകളെല്ലാം പറയുന്നത്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു കൺവീനിയൻ്റ് ആയിട്ടുള്ള എൻവയൺമെൻറ്റ് കുട്ടികൾക്ക് കൊടുക്കാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് ആയിട്ട് പറയുന്നത്. ദാറ്റ് ഇസ് ലവ് യുവർ സ്പൗസ്. അപ്പോൾ തന്നെ ഒരു നല്ലൊരു കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് കുഞ്ഞുങ്ങൾക്ക് കിട്ടും എന്നാണ് പറയുന്നത്. ആക്ച്വലി ഞാനിത് ഡിസ്കസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നാട്ടിൽ നടക്കുന്ന കുറച്ച് കാര്യങ്ങളിൽ എൻ്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ കുറച്ച് കോൺഫ്ലിക്റ്റിംഗ് ആയിട്ട് ഞാനും തിങ്ക് ചെയ്യാറുണ്ട്. എനിവേ, എനിക്ക് അതിലേക്ക് ആ കോൺട്രവേഴ്ഷ്യൽ ടോപ്പിക്സിലേക്ക് എനിക്ക് പോകാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അതിനെക്കുറിച്ച് ഇതിൽ ഇൻവോൾവ് ആക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ സംസാരിക്കുന്നില്ല. ബട്ട് വാട്ട് എവർ, അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ എക്സ്പേർട്സ് പറയുന്നത് ലവിങ് സ്പൗസിനെ സ്നേഹിക്കുന്ന ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ, എസ്പെഷ്യലി ന്യൂക്ലിയർ ഫാമിലി സിറ്റുവേഷൻസ് ആയതുകൊണ്ട്. പണ്ടൊക്കെയുള്ള ഒരു ലാർജ് ഫാമിലീസ് ഉണ്ടെങ്കിൽ തന്നെ ഇപ്പോൾ ഒരു 1 or 2 ആളുകൾ ഫൈറ്റ് കൂടുകയാണെങ്കിൽ അവർക്ക് വേറെ അവരുടെ ഗ്രാൻഡ് മദേഴ്സിൻ്റെ അടുത്ത് പോകാം, ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് പോവാം, ആൺസിൻ്റെ അടുത്ത് പോവാം, അങ്കിൾസിൻ്റെ അടുത്ത് പോകാം. അപ്പോൾ ഇവിടെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ തന്നെ അവർക്കൊരു സൊലാസ് അല്ലെങ്കിൽ അവർക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു സിറ്റുവേഷൻ വേറെ ആളുകളിൽ ഫാമിലിയിൽ തന്നെ ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിൽ അങ്ങനെ ഇല്ല. ഇപ്പോൾ 2 പാരൻസ് തമ്മിൽ ഫുൾ ടൈം ബിക്കറിങ് ആണ്, അല്ലെങ്കിൽ ഫുൾ ടൈം ആർഗ്യുമെന്റ്സ് ആണെങ്കിൽ അവർക്ക് പോകാൻ, അല്ലെങ്കിൽ അവർക്ക് കൺഫൈഡ് ചെയ്യാൻ, അവർക്ക് സംസാരിക്കാനായിട്ട് വേറെ ഒരാൾ ഇല്ല ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്പിൽ. അതുകൊണ്ട് കൂടിയാണ് ഇതിന് ഇത്രയും സിഗ്നിഫിക്കൻസ് കൊടുക്കുന്നത്. കാരണം ലാർജ് ഫാമിലി സെറ്റപ്സിൽ ഒരുപാട് ആളുകളുമായിട്ട് ഡിസ്കസ് ചെയ്യാൻ, അല്ലെങ്കിൽ ടൈം സ്പെൻഡ് ചെയ്യാനുള്ള ഒരു അവസരം കുട്ടികൾക്ക് കിട്ടുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇല്ല. ആൻഡ് അവർ ഫോൺ അഡിക്ട്സ് ആകുന്നു, അല്ലെങ്കിൽ വേറെ ഇൻ്റർനെറ്റിൽ അവർക്ക് കോൺഫൈഡ് ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻസ്, അല്ലെങ്കിൽ ആളുകളെ കണ്ടുമുട്ടുന്ന സിറ്റുവേഷൻസിൽ എത്തിപ്പെടുകയൊക്കെന്ന സിറ്റുവേഷൻസ് എല്ലാം നമ്മൾ ഒരുപാട് ചുറ്റും കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടൊക്കെ കൂടിയാണ് പറയപ്പെടുന്നത് ലൈക്ക് പാരൻസിന് തമ്മിൽ ഒരു അമിക്കബിൾ സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യാൻ നോക്കുക, എസ്പെഷ്യലി ഈ ന്യൂക്ലിയർ ഫാമിലി സിറ്റുവേഷൻസിൽ ഇരിക്കുന്നവർ. ഓക്കെ, ഇതാണ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ് എന്താണെന്നാൽ ഗോൾ സെറ്റിംഗ് ഫോർ ദി ചിൽഡ്രൻ. അപ്പോൾ അവർക്ക് ഏത് ഏജിലാണെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ലൈക്ക് അക്കാഡമിക്കലിയോ അല്ലെങ്കിൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിലോ സ്പോർട്സിലോ എന്തെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് വേറെയുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് അധികം പോവില്ല എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ എപ്പോഴും മേ ബി ഒരു അക്കാഡമിക് ഗോള് വെച്ച് കൊടുക്കാൻ നോക്കുക. അവരോട് പറയുക, നീ ഇത്ര പെർസെൻറ്റേജ് അച്ചീവ് ചെയ്യാൻ നോക്കാൻ പറയുക. അല്ലെങ്കിൽ സ്പോർട്സിലാണെങ്കിൽ സ്പോർട്സ് റിലേറ്റഡ് എന്തെങ്കിലും കാര്യങ്ങളിൽ ഫോക്കസ് ചെയ്യാൻ അവരോട് പറയുക. അല്ലെങ്കിൽ മ്യൂസിക്, ആർട്സ്, അങ്ങനെ ഏതെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി അവരോട് ചൂസ് ചെയ്തിട്ട് അതിലൊരു സ്പെസിഫിക് ഗോൾ സെറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടും. അവരുടെ ലൈഫ് കൊണ്ട് അവരെന്ത് ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ഒരു ക്ലാരിറ്റി കിട്ടും ഫ്രം എൻ ഏർലി ഏജ് ഇറ്റ് സെൽഫ്. അപ്പം അങ്ങനെ ഒരു ഗോൾ സെറ്റിംഗ് ഐഡിയ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക. അവർ ഓക്കെ, ഇന്ന ടെന്യൂറിൽ അല്ലെങ്കിൽ ഈ വർഷത്തെ നിങ്ങളുടെ ഗോൾ ഇതാണ്, ഇതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കുക. അപ്പോൾ അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ആൻഡ് ഐഡിയ കിട്ടും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. കേട്ടോ, ഇതൊന്നും എൻ്റെ പോയിന്റ്സ് അല്ല, ഞാൻ എക്സ്പേർട്സിനെ ആയിട്ട് ഡിസ്കസ് ചെയ്തതിൽ നിന്ന് കിട്ടിയ പോയിന്റ്സ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എനിക്ക് ഹെൽപ്ഫുൾ എന്ന് തോന്നിയ പോയിന്റ്സും കൂടിയാണ് ഞാനിവിടെ ഷെയർ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതാണ് സെക്കൻഡ് പോയിന്റ് ആയിട്ട് പറഞ്ഞത്. തേർഡ് പോയിന്റ് എന്താണ്? അപ്പോൾ തേർഡ് പോയിന്റ് എന്താണെന്നാൽ ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ തന്നെ ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്സിൽ മോസ്റ്റ് ഓഫ് ദ ടൈം ബോത്ത് ദ പാരൻസ് വർക്കിംഗ് ആയിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഹോൾ ഡേ അല്ലെങ്കിൽ കുറച്ച് ടൈം പോലും കുട്ടികളുമൊത്ത് ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് വീക്ക്ലി ട്വൈസ് ഓർ ത്രൈസ് ഒരു 20 minutes 30 minutes കുഞ്ഞുങ്ങളുടെ ഒപ്പം ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക. അതായത് എന്തെങ്കിലും ഒരു ആക്ടിവിറ്റിയിൽ ഇൻഡൾജ് ആവുക, അല്ലെങ്കിൽ ആക്ടിവിറ്റിയിൽ ഇരുമ്പോൾ ഒരു ആക്ടിവിറ്റിയും നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ അവരെ കൊണ്ട് ഒരു ഡ്രൈവിന് പോവുക. അധികം ഇന്റർഫിയറൻസസോ അധികം ഡിസിപ്ലിനിങ്ങോ ചെയ്യാതെ വെറുതെ ഒരു ഡ്രൈവിന് പോവുക. അവരെ കൊണ്ടുപോയിട്ട്
പ്രോബബ്ലി എന്തെങ്കിലും ഫുഡ് വാങ്ങി കൊടുക്കുക, ജസ്റ്റ് ഒരു ചിൽ മോഡിൽ ഒന്ന് ടൈം സ്പെൻഡ് ചെയ്യാൻ നോക്കുക എന്നുള്ളതാണ് ക്വാളിറ്റി ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അവിടെ ഒരു ടീച്ചിങ് ഇല്ല, ഒരു എഡ്യൂക്കേഷൻ ഇല്ല, ഒരു എഡ്യൂക്കേറ്റിംഗ് നടക്കുന്നില്ല, ഒരു ഡിസിപ്ലിനിങ് നടക്കുന്നില്ല. ജസ്റ്റ് ഒരു ക്വാളിറ്റി ടൈം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുടെ ഒപ്പം സ്പെൻഡ് ചെയ്യുകയാണ്. അവർക്കൊരു സെക്യൂരിറ്റി കൊടുക്കുന്നത് പോലെയാണെന്നാണ് പറയപ്പെടുന്നത്. ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ, പാരൻസ് സ്പെൻഡിങ് ക്വാളിറ്റി ടൈം വിത്ത് ചിൽഡ്രൻ കൺസിഡേർഡ് ആസ് ഒരു സെക്യൂരിറ്റി ബിൽഡിംഗ്, ഒരു സെക്യൂർ ഫീലിംഗ് ബിൽഡ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുമെന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ എസ്പെഷ്യലി ഇതെല്ലാം ഇപ്പോൾ പണ്ടത്തെ ഒരു സെറ്റപ്പിലാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ഒരു ആവശ്യമില്ല. കാരണം ഒരുപാട് സോഴ്സസ് അവൈലബിൾ ആണ് അവർക്ക് ഇൻറ്ററാക്ട് ചെയ്യാനും, അവർക്ക് ബിൽഡ് ചെയ്യാനും, അവർക്ക് ക്യാരക്ടർ ബിൽഡിങ്ങിനും എല്ലാം അവർക്ക് ഒരുപാട് ഇൻറ്ററാക്ഷൻസ് അവൈലബിൾ ആണ്. ഇപ്പോൾ നമ്മളെല്ലാം ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്സിലായതുകൊണ്ടാണ് ഇങ്ങനെയുള്ള പോയിന്റ്സിനെല്ലാം വാലിഡ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടേണ്ടി വരുന്നത്. ഇത് ഞാൻ പറയുന്നത് ഓൾഡ് ജനറേഷൻ ആളുകൾക്ക് ചിലപ്പോൾ ഒരുപാട് കോൺട്രഡിക്റ്റ് ചെയ്യാൻ തോന്നുമായിരിക്കാം. പക്ഷേ ഇത് ന്യൂക്ലിയർ ഫാമിലി സെറ്റപ്സിൽ കുറച്ചും കൂടി ആളുകൾക്ക് കുഞ്ഞുങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യാനും ഒരു നല്ലൊരു ബോണ്ട് ബിൽഡ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് ഈ പോയിന്റ്സ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ദ ഫോർത്ത് പോയിന്റ് സെറ്റിംഗ് ബൗണ്ടറീസ്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബിൽഡിംഗ് എന്നുള്ളത് പോലെ, അല്ലെങ്കിൽ ഒരു ബോണ്ട് ബിൽഡിംഗ് എന്നുള്ളത് പോലെ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം സെറ്റിംഗ് ബൗണ്ടറീസ്. ഇപ്പോൾ എത്ര മാത്രം മറ്റുള്ളവർ ഇൻവോൾവ് ചെയ്യുന്നത് നിങ്ങളുടെ കുട്ടികൾ അല്ലെങ്കിൽ നിങ്ങളുടെ പാരൻറ്റിങ്ങിൽ ഇൻഫ്ലുവൻസ് ചെയ്യണം എന്നുള്ളത് നിങ്ങളും നിങ്ങളുടെ കുട്ടികളുമാണ് തീരുമാനിക്കേണ്ടത്. ഇപ്പം എല്ലാത്തിനും മറ്റുള്ളവർ എന്ത് പറയും, മറ്റുള്ളവർ അങ്ങനെ പറഞ്ഞാൽ അത് നമുക്ക് ബുദ്ധിമുട്ടാവുമല്ലോ, അല്ലെങ്കിൽ അവരിങ്ങനെ റിയാക്ട് ചെയ്തു അത് നമുക്ക് വിഷമായില്ലോ. അപ്പം അങ്ങനെയുള്ള ഒരു ബൗണ്ടറി സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ അൺനെസസറി ആൻസൈറ്റി നമുക്ക് ഒഴിവാക്കാൻ കഴിയുന്നതായിരിക്കും എന്നാണ് എക്സ്പേർട്സ് പറയുന്നത് കേട്ടോ. കാരണം പാരൻസ് ഒരുപാട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്യാതെ എല്ലാവരെയും കൊണ്ട് ഇൻവോൾവ് ചെയ്യിപ്പിക്കാനും, എല്ലാവർക്കും ഒരു സേ കൊടുക്കാനും, എല്ലാവരുടെ ഒപ്പീനിയൻസും കേൾക്കാം. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഡിസിഷൻ നമ്മളുടേത് മാത്രമായിരിക്കണം. അപ്പോൾ അവർ വന്നിട്ട് ഒരു ഐഡിയ പറയുന്നു, അല്ലെങ്കിൽ വേറൊരാൾ വന്നിട്ട് ഒരു ഐഡിയ പറയുന്നു. അപ്പോൾ എല്ലാവരുടെ ഐഡിയ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ എല്ലായ്പ്പോഴും പറ്റിക്കൊള്ളണം എന്നില്ല. അത് ഡസൻറ്റ് മീൻ നമ്മൾ അവരുടെ ഐഡിയാസിനെ ഡിസ്റെസ്പെക്ട് ചെയ്യുകയാണ്, അല്ലെങ്കിൽ ഫാമിലി ഓർ റിലേറ്റീവ്സിൻ്റെ ഐഡിയാസിനെ നമ്മൾ ഡിസ്റെസ്പെക്ട് ചെയ്യുക എന്നല്ല. പക്ഷെ ഒരുപാട് ആളുകളെ നമ്മളുടെ എല്ലാ ഡിസിഷൻ മേക്കിങ്ങിലും ഇൻവോൾവ് ചെയ്യിക്കാൻ കഴിഞ്ഞാൽ അത് നമുക്ക് തന്നെ പ്രോബ്ലമാറ്റിക് ആകുകയുള്ളൂ. കാരണം എല്ലാവരുടെയും ഡിസിഷൻസ് എടുത്ത് എല്ലാവരുടെയും സജഷൻസ് കേട്ട് എല്ലാവർക്കും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പം നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള നമ്മുടെ സർക്കംസ്റ്റാൻസസ് ആൻഡ് നമ്മുടെ ബഡ്ജറ്റ്സിന് ഒതുങ്ങുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. സോ സെറ്റിംഗ് ബൗണ്ടറീസ്, അത് ഏത് റിലേഷൻഷിപ്പിലായാലും പ്രോപ്പർ ബൗണ്ടറീസ് നമ്മൾ സെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കുട്ടികൾക്കും അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി വരും. ആൻഡ് അത് അവരുടെ ലൈഫിലും ഹെൽപ്ഫുൾ ആകും എന്നാണ് പറയപ്പെടുന്നത്. ഓക്കെ, that's the fourth point. And the fifth point is reacting to situations. ഇപ്പോൾ പലപ്പോഴും എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടപ്പെടാത്തൊരു സിറ്റുവേഷൻ കണ്ടു കഴിഞ്ഞാൽ നമ്മളത് റിയാക്ട് ചെയ്യാതെ വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയല്ല, എന്നിട്ട് പിന്നെ അതിനെ ബിൽഡ് ചെയ്ത് പിന്നെ ഇവൻച്വലി നമ്മളൊരു ബ്ലാസ്റ്റിംഗ് സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോകാതെ ഇരിക്കാൻ ശ്രമിക്കുക. അതായത് എന്തെങ്കിലും അൺഈസി ആയിട്ടുള്ള ഒരു സിറ്റുവേഷൻ കാണുകയാണെങ്കിൽ അപ്പം തന്നെ റിയാക്ട് ചെയ്തിട്ട് അപ്പം തന്നെ വിടുക. ഫോർ എക്സാമ്പിൾ, ഈവൻ കുട്ടികളായാൽ പോലും അവർ തെറ്റ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിന് അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കാതെ വിട്ടിട്ട് അപ്പം തന്നെ റിയാക്ട് ചെയ്യാതെ വിട്ടിട്ട് ഒരുപാട് ടൈം അത് റിപ്പീറ്റ് ചെയ്ത് പോയിട്ട് പിന്നെ നമുക്ക് തന്നെ അതൊരു ക്ഷമ നശിച്ച് ബേസ്റ്റ് ഔട്ട് ചെയ്ത് റിയാക്ട് ചെയ്യുന്നതിനേക്കാളും നല്ലത് ഇമീഡിയറ്റ്ലി റിയാക്ട് ചെയ്തിട്ട് അപ്പം തന്നെ ആ സിറ്റുവേഷനെ സ്ക്വാഷ് ചെയ്യുക. അതായത് അതിനൊരു സിറ്റുവേഷനെ ബിൽഡ് ചെയ്യാൻ അവസരങ്ങൾ കൊടുക്കാതിരിക്കുക. ബാഡ് ബിഹേവിയേഴ്സ് ഓർ ബാഡ് സിറ്റുവേഷൻസിനെ ബിൽഡ് ചെയ്യാനുള്ള അവസരങ്ങൾ അതിനിപ്പോൾ റിലേഷൻഷിപ്പിലായാലും സിറ്റുവേഷൻസിലായാലും നമ്മളായാലും നമ്മുടെ കുട്ടികളോട് റിയാക്ട് ചെയ്യുന്നതായാലും അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻസ് ക്രിയേറ്റ് ചെയ്യാതിരിക്കുക എന്നതാണ് പറയപ്പെടുന്നത്. കാരണം അത് നമ്മൾക്കും നല്ലതല്ല, അത് അപ്പുറത്തിരിക്കുന്നവർക്കും നല്ലതല്ല. കാരണം നമ്മളും ബേസ്റ്റ് ഔട്ട് ആവുന്നു, അവർക്കും അത് റിയലൈസ് ചെയ്യുന്നില്ല അവർ ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ അത് അവർ കറക്റ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന് അവർക്കും റിയലൈസ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ
ഇമീഡിയറ്റ്ലി റിയാക്ട് ചെയ്തിട്ട് അതിനെ ലെറ്റ് ഗോ ചെയ്യുക എന്നതാണ് പറയപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ 5 പോയിന്റ്സ്. എന്താണ് പാരൻസിന് എസെൻഷ്യൽ ആയിട്ടുള്ള 5 പോയിന്റ്സ് ഇതാണ് എന്ന് എൻ്റെ അനാലിസിസിൽ മനസ്സിലാക്കിയതാണ് കേട്ടോ. നിങ്ങൾ ഇൻ്റർനെറ്റ് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപാട് എന്താണ് ടിപ്സ് ആൻഡ് ട്രിക്സ് ആൻഡ് ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആണ്. എനിക്ക് എസെൻഷ്യൽ എന്ന് തോന്നിയ ഒരു 5 പോയിന്റ്സ് ആണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. എനിക്കറിയില്ല എത്രമാത്രം ഇത് എസെൻഷ്യൽ ആൻഡ് യൂസ്ഫുൾ ആണ് എന്ന്, പക്ഷെ എനിക്ക് കേട്ടെടുത്തോളം ആൻഡ് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുത്തോളം എനിക്ക് കുറച്ച് യൂസ്ഫുൾ ആയിട്ട് തോന്നിയതുകൊണ്ട് മാത്രമാണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും ഡിസഗ്രിമെൻറ്റ്സും എന്തായാലും ഇവിടെ ഷെയർ ചെയ്യുക. ആസ് ഓൾവേസ്, താങ്ക് യു ഫോർ യുവർ ടൈം ഹിയർ ആൻഡ് അണ്ടിൽ വി മീറ്റ് നെക്സ്റ്റ് ടൈം. ബൈ.